51 വെട്ടുവെട്ടിച്ചവനെ നിങ്ങൾ എത്ര വോട്ടുകൾക്ക് വെട്ടിവീഴ്ത്തും? വടകരയിലെ സമ്മതിദായകരോടാണ്. നിങ്ങൾ ഷാഫി പറമ്പലിന് ചെയ്യുന്ന ഓരോ വോട്ടും ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ ആ കൃത്യം ചെയ്യിച്ചവൻ്റെ നെഞ്ചത്ത് കൊടുക്കുന്ന വെട്ടാണ്. 51 വെട്ടിനു പകരം വോട്ട് കൊണ്ട് ലക്ഷം വെട്ടുകൾ വെട്ടി ആ പ്രതികാരം തീർക്കുവാനുള്ള ഒരു സുവർണാവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ആ വെട്ട് ഒരു ചരിത്ര വെട്ടായിരിക്കണം. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ അധമ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളെ വെട്ടിത്തള്ളുവാൻ വാളും വടിവാളും ഒന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ ഈ ചൂണ്ടുവിരൽ മതി. ഷാഫിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, വടകരയുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ മുഴക്കുവാൻ ഇദ്ദേഹത്തിന് പ്രാപ്തിയുണ്ടോ എന്ന്. ഇന്നലെ വൈകുന്നേരമാണ് ആദ്യമായിട്ട് വടകരയിൽ എത്തിയത് ഫിസിക്കലി. പക്ഷെ വെർച്വലി ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണം വളരെ ശക്തമായി മണിക്കൂറുകൾ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ വന്ന് തുടങ്ങിയ സമയം തൊട്ട് തന്നെ വടകരയിൽ ആരംഭിച്ചിരുന്നു എന്നുള്ളത് പിന്നെ നവമാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞു, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു. ഇന്ന് ഇവിടെ ടി പിയുടെ മുന്നിൽ നിന്ന് ഔപചാരികമായി അല്ലെങ്കിൽ പ്രചരണം തുടങ്ങുകയാണ്. ബഹുമാനനായ മുല്ലപ്പള്ളി സാറേയും ഇന്ന് കണ്ട്, അതുപോലെ കെ പി കെ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം കണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ച് പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പാർലമെൻറ്റ് കൺവെൻഷൻ ഉണ്ട്, വി.കെ. ശ്രീകണ്ഠൻ്റെ, അവിടെ ഒന്ന് പോകേണ്ടതുണ്ട്. എന്തായാലും വടകരയിലെ ജനങ്ങൾ ഇന്നലെ നൽകിയ ഊഷ്മളമായ വരവേൽപ്പും ഉജ്ജ്വലമായ സ്വീകരണവും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനവും കരുത്തുമാണ്. ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തോടെ ചുവടുകൾ വെക്കാൻ വടകര ഹൃദയം കൊണ്ട് നൽകിയ സ്വീകരണം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എത്രയാണോ അതിൻ്റെ ഇരട്ടിയിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഞാൻ വന്ന് നിൽക്കുന്നത്. തന്നെയാണോ നിങ്ങളുടെ പ്രധാന പ്രചാരണ വിഷയം? കാരണം ഹൈക്കോടതി വിധി എത്തിയിട്ട് അധികം നാളായിട്ടില്ല. അല്ല, അത് CPM ചോദിക്കുന്നത് കണ്ടു, ഇത്ര വർഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. അത് വർഷം കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അവരുടെ മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. ടി പിയെ കൊല്ലാനിട്ട ഉത്തരവും ടി പിയെ കൊല്ലാൻ ഉപയോഗിച്ച ഗുണ്ടകളും ടി പിയെ കൊല്ലാൻ ഉപയോഗിച്ച ആശയങ്ങളും ആയുധങ്ങളും ഒക്കെ അവരതിങ്ങനെ കാലാകാലങ്ങളിൽ അത് എടുത്തുകൊണ്ടിരിക്കുക, പിന്നെയും ആ കൊന്നാളുകൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ പ്രതികൾ ഒത്തുവിട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമാവുക, ജയിലിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ ശേഷവും സമാനമായ ഇൻസിഡൻസ് പലയിടങ്ങളിലും നടക്കാമെന്ന് പറയുമ്പോൾ ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ്. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ആശയപരമായൊരു പോരാട്ടമാണ്. കൊലപാതക രാഷ്ട്രീയം എന്ന് നിൽക്കുന്നു അന്ന് അതിനെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നിൽക്കും. അത് നിൽക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് ടി പിയുടെ മണ്ണാണ്, അതാർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു വസ്തുതയാണ്. ടി പിയെ കൊന്നാൽ അതല്ലാതാവും എന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി എന്നുള്ളതാണ്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ വിത്ത് പോലെ മറഞ്ഞിരിക്കുന്നത് വീണ്ടും പൊന്തി വരാൻ തന്നെയാണ്, അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് വർഗീയ ഫാസിസം പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതിനൊത്ത് ഉയരുക എന്നുള്ളത് ഓരോ സീറ്റും ഈ രാജ്യവ്യാപകമായി എവിടെയാണെങ്കിലും, എത്ര ചെറിയ സംസ്ഥാനത്താണെങ്കിലും എത്ര വലിയ സംസ്ഥാനത്താണെങ്കിലും, തെക്കേ ഇന്ത്യയിലാണെങ്കിലും വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ ഹൃദയഭൂവാണെങ്കിലും ഒക്കെ ഓരോ സീറ്റും നിർണായകമാണ്. അപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും പരമാവധി സീറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ലീഗും RMP ഒക്കെ ലീഗിൻ്റെ പിന്തുണയോടെ RMP ഉൾപ്പെടെ വടകരയിൽ നിന്നൊരു സീറ്റ് ഇവിടുന്ന് ജയിച്ചു വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഡൽഹിയിൽ തന്നെയാണ്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേരള ഭരണം അട്ടിമറിക്കാനുള്ളതല്ല, പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഡൽഹിയിൽ തന്നെ, സീറ്റ് ഇവിടെ തന്നെ കൂടേണ്ട ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം. മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഭരണകൂടങ്ങൾ ജനങ്ങളെ ഒരു തരത്തിൽ വേട്ടയാടുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത, ജീവിതം ദുസ്സഹമാക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഭരണകൂടങ്ങളുടേത്. കേന്ദ്രം ഭരിക്കുന്നവർക്ക് വർഗീയതയും വിഭാഗീയതയും അല്ലാതെ അവർക്ക് ഈ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരവും ഇടപെടലുകളും ഇല്ല. ഇപ്പോൾ ഒരൊറ്റ എക്സാമ്പിൾ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആക്ഷേപിച്ചവർ അതിനെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ഒരു സ്തൂപമായി കൊണ്ടു നടക്കുന്നൊക്കെ അതല്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് ഗുണമുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അവർക്ക് ഇതുവരെ കൊണ്ടുനടക്കാനുണ്ടോ? എണ്ണയുടെ വില ഓർമ്മയുള്ളവർ, ഗ്യാസിൻ്റെ വില ഓർമ്മയുള്ളവർ, അവർക്കൊക്കെ ഇനി ഇവർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ. സംസ്ഥാനത്താണെങ്കിലോ
ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് വടകര. ക്ഷേമ പെൻഷൻ്റെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ അപേക്ഷകരുള്ളൊരു സ്ഥലമാണ്. പെൻഷൻ കിട്ടാത്ത എത്ര അമ്മമാരാണ് ഇവിടെ ഉള്ളത്? 10,000-കണക്കിന് ആളുകൾ പെൻഷൻ കിട്ടാതെ വലയുക, ശമ്പളമില്ല, പെൻഷനില്ല. സിദ്ധാർത്ഥനെ പോലുള്ള ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ വാർത്തകൾ വന്നല്ലോ, കൊയിലാണ്ടി SM കോളേജിലെ അമൽ എന്ന് പറയുന്ന ഒരു ASF വിദ്യാർത്ഥിയെ, ജോയിൻറ്റ് കൗൺസിൽ അംഗമായ CPI നേതാവായ ഒരാളുടെ മകനെ ക്യാമ്പസിൽ വെച്ച് ക്രൂരമായിട്ട് അടിച്ചത്. ഇപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് കിടന്ന വാർത്ത എന്താ? ഞാൻ പറയുന്നത്, ഇടതുപക്ഷം എന്നുള്ള ഒരു ഐഡിയോളജി പ്രകാരം CPM-നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും ഈ ഭരണകൂടം കാണിക്കുന്ന ചെയ്തികളോട് യോജിപ്പില്ല. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കോൺഗ്രസ് വോട്ടുകൾ, UDF വോട്ടുകൾ, RMP വോട്ടുകൾ, നിഷ്പക്ഷ വോട്ടുകൾ മാത്രമല്ല, ഞങ്ങൾക്ക് CPM വോട്ടുകൾ വരെ ഞങ്ങൾക്ക് കിട്ടാനായിട്ട് പോകണം. കാരണം അവർക്ക് പോലും കനത്ത പ്രതിഷേധം ഈ സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനകീയ ആവശ്യമായി. ഇവിടെ അവർക്ക് കൊടുക്കുന്ന ഒരു വോട്ടും പെൻഷൻ കൊടുക്കാത്ത, ശമ്പളം കൊടുക്കാത്ത, സിദ്ധാർത്ഥനെ കൊല്ലാനൊക്കെ നേതൃത്വം നൽകുന്ന സംവിധാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന അത്തരം ഏർപ്പാടുകൾക്കുള്ള പിന്തുണയായി ഇവിടെ ഇടതുപക്ഷത്തിന് കൊടുക്കുന്ന വോട്ട് അവരെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ കഴിയില്ല. അവർക്ക് കൊടുക്കുന്ന വോട്ട് മാറിപ്പോകുന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. എനിക്ക് എതിർ സ്ഥാനാർത്ഥി എന്ന നിലക്ക് റെസ്പെക്ട് ഹർ. ഞാൻ എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയത്തിൽ, ഞാൻ ഇന്നലെ അത് പറഞ്ഞല്ലോ, ഒരാളെയും ഞാൻ വില കുറച്ച് കാണുക, ഞാൻ ബഹുമാനക്കുറവുണ്ടാവുക, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുകയൊന്നും ചെയ്യുന്ന ശൈലി ഞങ്ങൾക്കില്ല. അത് കൊണ്ടു നടക്കാനും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ റേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൽ ഞാൻ ഈ ചോദ്യത്തിന് എൻ്റെ ആവർത്തിച്ചിട്ടുള്ള മറുപടി, ശക്തരായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുമ്പിൽ വരുന്നത് ആദ്യമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് വിലയിരുത്തിയത് നമുക്കറിയാലോ. പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ നേരിട്ട് വന്നിട്ട് ഇദ്ദേഹം ജയിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ് അദ്ദേഹം അവിടെ ഓഫീസ് വരെ തുറന്നു വെച്ചിടത്തുനിന്നാണ് പാലക്കാട്ടെ ജനങ്ങൾ ഞങ്ങളെ തിരികെ കൊണ്ടുവന്ന് അവിടെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ശക്തി അശക്തിയിലേക്ക് അതിനേക്കാളും ഞാൻ വിശ്വസിക്കുന്നത് തീരുമാനമെടുക്കുന്ന ജനങ്ങളുടെ ശക്തിയിലും അവരുടെ പൊളിറ്റിക്കൽ സെൻസിലുമാണ്. വടകരയുടെ രാഷ്ട്രീയ ബോധത്തിലാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസം ഞങ്ങളെ ജയിപ്പിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അതുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഒരു കാര്യം, കോൺഗ്രസിലെ സ്ത്രീ പ്രാതിനിധ്യവും സംബന്ധിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ KK രമ മാത്രമാണ് പ്രതിപക്ഷത്തെ ഏക വനിതാ MLA എന്ന് പറയുന്നത്. അപ്പോൾ അവരുയർത്തുന്ന ആ രാഷ്ട്രീയത്തോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ല എന്ന് കരുതേണ്ടി വരില്ല? അല്ല, സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അത് എത്രത്തോളം കൂടേണ്ടതുണ്ടോ അത്രത്തോളം കൂടണം. അതിലേക്ക് കാര്യങ്ങൾ എത്തണം. ഇപ്പം റിസർവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കുറച്ചും കൂടെ ആത്മാർത്ഥത അക്കാര്യത്തിൽ കാണിക്കണം എന്നുള്ള കാര്യത്തിനൊന്നും സംശയം വേണ്ട. അതിനൊന്നും വേറെ തരത്തിൽ ജസ്റ്റിഫൈ ചെയ്ത് മറച്ചു പിടിക്കാൻ അങ്ങനെ കുറച്ചും കൂടെ അത് കൂടേണ്ടതുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ല, അതിന് ഞാൻ മറുപടി പറയുന്നില്ല. അത് പാർട്ടി ഡീൽ ചെയ്തോട്ടെ. ഞാൻ ദിനപത്രത്തിൽ വന്നിരിക്കുന്ന ഒരു എഡിറ്റോറിയലുണ്ട് ഈരാറ്റുപേട്ട സംഭവവുമായി ബന്ധപ്പെട്ട്. അത് മുഖ്യമന്ത്രി തന്റെ പ്രസ്താവന തിരുത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. സംഘപരിവാറിന് ഒപ്പം നിൽക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് എന്നുള്ള ആക്ഷേപമില്ലെങ്കിലും എന്താണ് എനിക്ക് പറയാനുള്ളത്? അല്ല, മുഖ്യമന്ത്രിയുടെ എത്ര നിലപാടുകൾ സംഘപരിവാറിനും BJPക്കും ഒക്കെ അനുകൂലമായിരുന്നു എന്നുള്ളത് ഇനിയിപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ട്. കേരളത്തിൽ എല്ലാവർക്കും ഒരുവിധം ബോധ്യപ്പെട്ടുള്ള കാര്യമില്ല. ഇപ്പം എന്തായി? ഗവർണറുമായിട്ടുള്ള യുദ്ധം എന്തായി? ചായ കൊടുക്കുന്നു, വിളമ്പി കൊടുക്കുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, ചിരിക്കുന്നു. രണ്ടാളും നമ്മളോട് എന്താ പറഞ്ഞിരുന്നത്? ഭയങ്കര യുദ്ധമാണെന്നുള്ളത്. അത് ആവശ്യം വരുമ്പോൾ ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ യുദ്ധവും, അല്ലാത്ത സമയത്ത് അവരുമായിട്ടുള്ള കോംപ്രമൈസുമാണ്. അത്തരം ധാരണകൾ ഇവിടെ ഉണ്ട്. ഇവിടെ സംഘപരിവാറും CPM തമ്മിലുള്ള ധാരണകൾ പകലുപോലെ വ്യക്തമായ പല ഇൻസിഡൻസും നമുക്ക് നിരവധി കാര്യങ്ങളിൽ പല കേസുകൾ ഉൾപ്പെടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ അത് തരാതരം സമയം നോക്കിയെടുക്കുന്ന നിലപാടുകളാണ്. ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് സംഘപരിവാറിനോട് സന്ധി ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ ചെയ്യുകയില്ല. ഇപ്പോൾ K മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്നത് എന്തിനാ? അദ്ദേഹം നേമത്ത് പോയി മത്സരിച്ചത് എന്തിനാ? അത് അവരുമായിട്ടുള്ള ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റിൽ ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല. രാഹുൽ ഗാന്ധി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന എഫേർട്ട് എന്തിനാ? ഞങ്ങൾക്ക് അതിനകത്തൊരു താൽക്കാലിക അജണ്ടകളോ ലോങ് ടേമിൽ വേറൊരു പ്ലാനോ ഇല്ല. അടിമുടി സംഘപരിവാർ വിരുദ്ധരായി ഞങ്ങൾ നിലകൊള്ളും. അത് അതിൻ്റെ അറ്റം വരെയും. അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതിലും വെള്ളം ചേർക്കാൻ കഴിയില്ല. ഇവർ തമ്മിലുള്ള നെക്സസ് അവരുടെ അണികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് വളർന്നിട്ടുണ്ട്. വടകരയിലെ TP കേസ് തന്നെയാണ് ഒരു പ്രധാന ചർച്ചാ വിഷയമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. അല്ല, അങ്ങനെ TP വധവുമായി ബന്ധപ്പെട്ട CPM-ന്റെ സ്റ്റാൻഡ് വടകരയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമല്ല.
അക്രമ രാഷ്ട്രീയത്തിനെതിരായി കേരളത്തിൻ്റെ മനസാക്ഷി എത്രത്തോളം നിലപാടെടുക്കാൻ ആഗ്രഹിക്കുന്നു, എത്രത്തോളം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ ഇടങ്ങളിലെല്ലാം ഈ വധം പിന്നെ അത് ആളുകളുടെ മനസ്സിൽ നിൽക്കും. അതിൻ്റെ കാരണം കൊല്ലപ്പെട്ട രീതി, കൊല്ലാനെടുത്ത തീരുമാനം, അത് നടപ്പിലാക്കിയ ശേഷവും അവർക്കൊക്കെ കൊടുത്ത പിന്തുണ, ആ കൊലപാതകത്തെയും ആ വധത്തെയും ഒക്കെ ഇതിൻ്റെ ഭരണകൂടങ്ങൾ വിശേഷിപ്പിച്ചത്, ഇപ്പോഴുള്ള ഭരണാധികാരി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ ജയിലിൽ പോയി സന്ദർശിക്കുന്നത്, അവർക്ക് ജയിലിലൊരുക്കിയ സൗകര്യങ്ങൾ, അവർക്ക് പരോളുകളുടെ ഉത്സവങ്ങൾ, അവരുടെ കല്യാണവും ചടങ്ങിനും ഇതിൻ്റെ പിന്നിൽ ആഘോഷമായിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ നേരത്തെയും ഈ ചോദ്യം വന്നു, ഞാനിത് ആവർത്തിച്ച് പറയുന്നത്, ഇതങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമായി നിലനിൽക്കുന്നത് അതിൽ നിന്ന് തിരുത്താൻ അവർ തയ്യാറാവാത്ത ഘട്ടം. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ അനുഭവം എന്താ നമ്മളെ കൊണ്ട് പറയിക്കുന്നത്? ഇപ്പം നിങ്ങൾ തന്നെ വാർത്തകൾ ചെയ്തല്ലോ, ഈ അടുത്തിവിടെ കൊയിലാണ്ടി എസ് എൻ കോളേജിൽ നടന്ന സംഭവം. ഇന്നലെ തിരുവനന്തപുരത്ത് ചേച്ചി കണ്ടില്ലേ, യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് യൂണിയൻ KSU ജയിച്ചതിൻ്റെ പേരിൽ അവർ കലോത്സവത്തിന് വരുമ്പോൾ കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ വാർത്തകൾ ഈ ഇൻസിഡൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ എതിർ ശബ്ദങ്ങളോടുള്ള അസഹിഷ്ണുതയും അസ്വസ്ഥതയും അത് വെച്ചു പുലർത്തുന്ന ഫാസിസം വർഗീയതയുടേതാണെങ്കിലും രാഷ്ട്രീയ ഫാസിസം ആണെങ്കിലും ഒരു സംശയവും വേണ്ട, ഞങ്ങൾ അതിനെ ജനാധിപത്യ രീതിയിൽ എതിർക്കും. അത് എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഫൈറ്റാണെങ്കിലും വിൽ കണ്ടിന്യൂ ടു ഫൈറ്റ്. ഞങ്ങൾ അതിനെതിരെ പ്രതിരോധം തീർക്കും. വടകര തീർച്ചയായിട്ടും, വടകരയുടെ മണ്ണ് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് കൊടിസുനിമാരുടെയോ അവർക്ക് ഡയറക്ഷൻ കൊടുത്തവരുടെയോ മണ്ണല്ല. ഇത് TPയുടെ മണ്ണാണ്, ഇത് ജനാധിപത്യവാദികളുടെ മണ്ണാണ്, ഇത് മതേതര ബോധമുള്ളവരുടെ മണ്ണാണ്. ആ മണ്ണ് ഇത്തവണയും UDFനെ തന്നെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും ആർക്കും വേണ്ട. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.